അപ്പോൾ നമ്മൾ ഈ പൂജ ചെയ്യണ നേരത്ത് മൂർത്തി ആവാഹിച്ച് കഴിഞ്ഞ് പിന്നെ മൂർത്തി പൂജയൊക്കെ കഴിച്ചു. മൂർത്തി പൂജ കഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നിവേദ്യം വയ്ക്കണമല്ലോ ദേവതയ്ക്ക്. നിവേദ്യം വയ്ക്കണമെങ്കിൽ സാധാരണ ചെറിയൊരു പൂജയൊക്കെയാണെങ്കിൽ നമ്മൾ നിലത്തൊന്ന് തളിക്കുക, എന്നുവെച്ചാൽ മെഴുകൊക്കെ ചെയ്യാം. എന്നിട്ട് കൈ കഴുകുക, എന്നിട്ട് കുറച്ച് പുഷ്പവും അക്ഷത ചന്ദനൊക്കെ പാടെ കൂട്ടിയിട്ട് ആ മെഴുകെടുത്ത് വയ്ക്കും. എന്നിട്ട് നിവേദ്യം കയറ്റി വയ്ക്കും. നിവേദ്യം കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നെയ്യ് കൊണ്ട് സ്പർശിക്കണം. ഒരു ശുദ്ധിയുടെ ഭാഗം കൂടിയാണ്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോഴും അതിനൊക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ ആ നെയ്യിൽ ഉപസ്തരിക്കാൻ വേണ്ടി കുറച്ച് പുഷ്പം നെയ്യിൽ മുക്കിയിട്ട് അതിടുന്നതാണ് പതിവ്. അപ്പം ഈ നിവേദിക്ക് നെയ്യ് പുഷ്പിടാൻ വേണ്ടി ഏതാ മന്ത്രം എന്ന് വെച്ചാൽ ഗായത്രി മന്ത്രം. എന്താ ഗായത്രി മന്ത്രം? സവിതോർ വരെയും ഭർഗോ ദേവസ്യ ദേവ ആണല്ലോ. അപ്പോൾ ആ മന്ത്രം കൊണ്ട് നമ്മളിങ്ങനെ 2 തവണയായിട്ട് ഇടാണ് ചെയ്യുക. ഇങ്ങനെയാണ് ഉപസ്തരിക്കുക. ഇത് ഒരു വൈദികമായിട്ടുള്ള സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ആണ് വൈദിക ബ്രാഹ്മണ പൂജ എന്നൊക്കെ പറയും. അങ്ങനെ ബ്രാഹ്മണ പൂജ എല്ലാം ഗായത്രി ഉപയോഗിച്ചുള്ള പൂജയ്ക്ക് ക്ഷേമിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ മൂലമന്ത്രമായിട്ട് ഉപയോഗിക്കുക. നമ്മളുടേതായിരിക്കുന്ന ഈ ഗോത്രവിധാനത്തിലുള്ള പൂജ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സമ്പ്രദായം ഉണ്ടല്ലോ. നമ്മൾ പാരമ്പര്യക്രമമുള്ള തന്ത്രിമാരിൽപ്പെട്ട ആൾക്കാരെയാണ് നമ്മളുടെ തന്ത്രവിധാനത്തിൽ നമുക്ക് പാരമ്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോഴും അച്ഛനും നമ്മളൊക്കെ ഇപ്പോഴും തന്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മളുടെ രീതിക്ക് എങ്ങനെ വെച്ചാൽ ഈ നെയ്യിലോ അല്ലെങ്കിൽ എണ്ണയിലോ മുക്കിയിട്ടുള്ള ഒരു തിരി കത്തിച്ചിട്ട് ഇതിൽ വെക്കുകയാണ് ചെയ്യുക. അല്ലാണ്ട് നെയ്യോണ്ട് പുറത്തിരിക്കുന്ന രീതി ഇല്ല. നെയ്യും അവിടെയാണ് നെയ്യ് കിട്ടിയില്ലെങ്കിൽ, അതിപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല, പൂജ ചെയ്യുമ്പോൾ പല ആൾക്കാരുണ്ടാവും നെയ്യ് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യാനുണ്ടാവും. അപ്പം അവിടെയാണ് യഥത്യുപജിഹുകായ ധമ്മറോ അതി സർപ്പതി സർവം തപസ്തുതേ ഘൃതം തജുഷ്വസ്യ വിഷ്ട്യ എന്ന് പറഞ്ഞിട്ട് ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു തുളസിയിലെ പുഷ്പം എടുത്തിട്ട് അതിങ്ങനെ നെയ്യിനെ നമ്മൾ സ്മരിച്ചിട്ട് നിവേദ്യം മതി. അപ്പം നമ്മൾ ഈ താന്ത്രിക പദ്ധതി കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഗർഭം കിട്ടിയില്ല, കരക കിട്ടിയില്ല, തുളസി കിട്ടിയില്ല, നെയ്യ് കിട്ടിയില്ല, അതൊന്നും പറയാൻ പാടില്ല. അതാണ് തന്ത്രം. നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇല്ലാച്ചിട്ട് പൂജ മുടങ്ങാൻ പാടില്ല. അപ്പം എല്ലാത്തിനും പരിഹാരവും പ്രതിവിധിയുണ്ട്. അപ്പം ഈ ഒരു പറഞ്ഞ നെയ്യ് കിട്ടിയില്ലെങ്കിൽ ഉപസ്തരിക്കാൻ, നെയ്യ് കിട്ടിയില്ലെങ്കിലും അതിനും പരിഹാരമുണ്ട്. നമ്മൾ ചെയ്യണം ഇതുപോലെ തുളസിയില എന്താ വെച്ചാൽ പുഷ്പം എന്താ വെച്ചാൽ എടുത്തിട്ട് നന്നായി പ്രാർത്ഥിക്കുക. അത് ഉപജിഹുക ബ്രഹ്മോ അതി സർപ്പതി സർവം തതസ്തുതേ ഋതം തജുഷ്വസ്യ വിഷ്ട്യ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് പരിഹാരമായി എന്നാണ് ആചാര്യന്മാരെ പറഞ്ഞില്ല. അത് വൈദിക പൂജയിലാണ്. നമ്മുടെ പൂജയിൽ തിരി കത്തിച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങൾ വേറെയുണ്ട്.